ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ ക്യാൻസറിന് വേണ്ടിയിട്ട് മന്ത്ലി ഫെബ്രുവരി റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും എല്ലാ മെസ്സേജസ് ചിലപ്പോൾ റെസനേറ്റ് ആവില്ല. റെസനേറ്റ് ആവുന്ന മെസ്സേജസ് എടുക്കുക, റെസനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക വീഡിയോസിനൊക്കെ, ആൻഡ് കമൻറ്റ് ചെയ്യുക വീഡിയോസിൽ. എന്നുവെച്ചാൽ അത് ചെയ്യുമ്പോൾ എനിക്ക് നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്യാൻ പറ്റും. എനർജി ടാപ്പ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വീഡിയോസ് റെസനേറ്റ് ആവുക. അപ്പോൾ ഈ പ്രോസസ്സ് ചെയ്യണത് കുറേ ഇമ്പോർട്ടൻ്റ് ആണ്. സബ്സ്ക്രൈബ്, ലൈക്ക്, കോമെൻറ്റ്. അതല്ലാണ്ട് നിങ്ങൾക്ക് എൻ്റെ കൂടെ ഒരു പേഴ്സണലായിട്ട് ഒരു പ്രൈവറ്റ് സെഷനും ചെയ്യാം. പ്രൈവറ്റ് സെഷൻസ് നിങ്ങളുടെ എനർജി മാത്രം ടാപ്പ് ചെയ്തിട്ടാണ്, ആൻഡ് നിങ്ങളുടെ സിറ്റുവേഷൻ്റെ മുകളിലാണ് അത്. അപ്പോൾ കൂടുതൽ റെസനേറ്റ് ചെയ്യും. അത് പെയ്ഡ് റീഡിങ്സും ആണ്. അപ്പോൾ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുമ്പോൾ ഞാൻ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് അയച്ചു തരും. എൻ്റെ എല്ലാം കോൺടാക്ട് ഡീറ്റെയിൽസ് സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ആൻഡ് ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. ആൻഡ് നിങ്ങളുടെ ജനറൽ മെസ്സേജസ് എന്താണെന്ന് നിങ്ങളുടെ റീഡിങ്ങിൽ കാണാം. അപ്പോൾ ക്യാൻസർ നിങ്ങളുടെ ഓവറോൾ എനർജി എന്താണെന്ന് നമ്മൾക്ക് നോക്കാം. ക്യാൻസറുടെ ഓവറോൾ എനർജി ഫെബ്രുവരി മാസത്തിൻ്റെ 9 ഓഫ് വാൻഡ്സ് ആണ്. നിങ്ങളുടെ പാസ്റ്റ് എനർജിയിൽ 5 ഓഫ് കപ്സ്, കറണ്ട് എനർജി നിങ്ങൾക്ക് വേണ്ടിയിട്ട് 6 ഓഫ് വാൻഡ്സ്, ഫ്യൂച്ചർ എനർജി ജസ്റ്റിസ്, ഏറ്റവും വലിയ ചാലഞ്ച് ക്വീൻ ഓഫ് കപ്സ്, advice 3 of pentacles, സിക്സ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ് നിങ്ങളുടെ ഹിഡൻ ഫാക്ടർ, സർപ്രൈസ് ഫാക്ടർ. ആൻഡ് ഔട്ട്കം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ കാർഡാണ്. ഇത് നമ്മൾക്ക് എൻഡിൽ നോക്കാം എന്താണെന്ന്. അപ്പോൾ ക്യാൻസറുടെ 9 ഓഫ് വാൻഡ്സ് ആണ് നിങ്ങളുടെ ഓവറോൾ എനർജി. അപ്പോൾ ഇതൊരു ഡിഫെൻസീവ് ആവുന്ന എനർജിയാണ്. നിങ്ങൾ എന്തോ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നോക്കണോ. ഓക്കെ, നിങ്ങൾക്ക് എവിടെ ഒരു പേടിയുണ്ട് മനസ്സിൽ. അത് നിങ്ങൾ ഇപ്പോൾ ഒരു ചാൻസ് എടുത്താൽ ഏതും കാര്യത്തിൽ പറഞ്ഞാൽ ലൈഫിൽ, ജനറൽ ലൈഫിൽ, അതല്ലാച്ച ഒരു കരിയർ ഡിസിഷൻ ഇല്ലാച്ച ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് എന്തെങ്കിലും നിങ്ങൾ മുമ്പോട്ട് പോയ ഒരു ഡിസിഷൻ എടുത്താൽ അത് ചിലപ്പോൾ വർക്കൗട്ട് ചെയ്യില്ല, അത് ശരിയാവില്ല. അങ്ങനത്തെ ഒരു പേടിയുണ്ട് നിങ്ങളുടെ മനസ്സിൽ. അതാണ് നിങ്ങൾക്ക് ഓവർകം ചെയ്യേണ്ടത്. അതാണ് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത്. ഈ പേടിയുടെ കാരണം നിങ്ങളുടെ ട്രൂ ഹാപ്പിനെസ്സിനെ എംബ്രേസ് ചെയ്യില്ല. ഇവിടെ സൺ എനർജി ഉണ്ട് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, ലിയോ എനർജി ആൻഡ് പേജ് ഓഫ് പെൻറ്റിക്കിൾസ്. അപ്പോൾ എന്തോ ഒരു പുതിയ ബിഗിനിങ് വരുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ, ഒരു പുതിയ സ്റ്റാർട്ട്. ഇത് ഒരു ജോലിയുടെ കാര്യത്തിലായിരിക്കാം, ഒരു പുതിയ ജോലി ആയിരിക്കാം, അതല്ലാച്ച ഒരു പുതിയ ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കാം. പക്ഷെ ഈ ഓഫർ വരുമ്പോൾ നിങ്ങൾ കുറേ ഹാപ്പിയാണ്. നിങ്ങളുടെ എനർജി സൺ ആണ്. അപ്പോൾ ഇവിടെ കുറേ ഹാപ്പിനെസ് ഉണ്ട്, അബണ്ടൻസ് ഉണ്ട്, കുറേ പ്രോസ്പെരിറ്റി ഉണ്ട്, സക്സസ് ഉണ്ട്. ഇതൊരു സോൾമേറ്റ് കണക്ഷൻ്റെ എനർജിയും കൂടിയാണ്. അപ്പോൾ എവിടെയോ നിങ്ങൾക്ക് ഈ ഓഫർ കിട്ടിയിട്ട് നിങ്ങൾ കുറേ ഹാപ്പിയാണ്. പക്ഷെ എവിടെയോ നിങ്ങളുടെ ഉള്ളിൽ മനസ്സിലൊരു പേടിയും ഉണ്ട്. ഇത് ഞാൻ ചെയ്താൽ ശരിയാവില്ല വെച്ചാലോ. അപ്പം അങ്ങനത്തെ ഒരു പേടിയുടെ കാരണം ചിലപ്പോൾ നിങ്ങൾ 100% ഒരു എഫേർട്ട് ഇടില്ല. ഇല്ല വെച്ചാൽ 100% നിങ്ങൾ ആ തീരുമാനം എടുക്കാണ്ട് എങ്ങനെയെങ്കിലും ഡിസിഷൻ എടുക്കാണ്ട് പോവാൻ പറ്റുമോ എന്ന് അങ്ങനത്തെ ഒരു എനർജിയിലാണ് നിങ്ങൾ. ഒരു സംശയം ഉണ്ട് നിങ്ങളുടെ മനസ്സിൽ. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ പാസ്റ്റ് എനർജിയിൽ 5 ഓഫ് കപ്സ്. അപ്പം പാസ്റ്റിലും ഞാൻ കാണുന്നത് എന്തോ ഒരു മിസ്ഡ് ഓപ്പർച്യൂണിറ്റി ആണ്. അപ്പോൾ ഇത് നിങ്ങൾ ഓൾറെഡി എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്, ഒരു ഡിസപ്പോയിൻമെൻറ്റ് ഉണ്ടായിട്ടുണ്ട് നിങ്ങളുടെ ലൈഫിൽ. ആൻഡ് ആ എക്സ്പീരിയൻസിൻ്റെ കാരണം ഇപ്പോൾ നിങ്ങൾക്ക് കുറേ റിഗ്രറ്റ് ഉണ്ട് അതിനെക്കുറിച്ച്. നിങ്ങൾ ഇപ്പോഴും ആ പാസ്റ്റിൻ്റെ കാര്യം ഓർത്തിട്ട് നിങ്ങൾക്ക് അതിനെ കുറച്ച് വിഷമമുണ്ട്. അത് വർക്കൗട്ട് ചെയ്തില്ല, ഞാൻ ശരിയായി ചെയ്തില്ല, അതിങ്ങനെ ആവായിരുന്നു, അങ്ങനെ ആവായിരുന്നു. അപ്പോൾ അങ്ങനെ കുറേ മനസ്സിൽ തോട്ട്സ് ഉണ്ട്, മനസ്സിൽ ചിന്ത ഉണ്ട്. അത് ഇപ്പോൾ അത് ആദ്യം തിരിച്ചു വരുമോ, അത് എനിക്ക് എങ്ങനെയെങ്കിലും ആദ്യം ഉണ്ടാവുമോ, അങ്ങനത്തെ ആ എക്സ്പീരിയൻസ്. അപ്പോൾ ആ എക്സ്പീരിയൻസ് ഇല്ല, ആ സിറ്റുവേഷനെ കുറിച്ച് നിങ്ങൾ ഇപ്പോഴും കുറേ റിഗ്രറ്റ്സ് ഉണ്ട്. ഇവിടെ കിങ് ഓഫ് വാൻഡ്സ് ഉണ്ട്, ഒരു ഫയർ സൈൻ. മേ ബി ഇത് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിനെ കുറിച്ചായിരിക്കാം, ഇത് ഒരു മാരേജിൻ്റെ റിലേഷനിലായിരിക്കാം.
മേ ബി നിങ്ങൾ ഏതോ ഒരു പേഴ്സണെ മിസ് ചെയ്യണു. നിങ്ങൾ മാരീഡ് ആയിരിക്കാം ആൻഡ് നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറിനെ മിസ് ചെയ്യുന്നുണ്ടാവും. ഈ സമയത്ത് നിങ്ങളും നിങ്ങളുടെ പാർട്ട്ണർ ഒരുമിച്ചായിരിക്കില്ല. ഇത് മാരേജ് അല്ലാച്ച മേ ബി ഇതൊരു റിലേഷൻഷിപ്പ് ആയിരുന്നു. നിങ്ങൾ ഈ പേഴ്സന്റെ കൂടെ ഒരു ലോങ് ടേം റിലേഷൻഷിപ്പിലായിരുന്നു, പക്ഷെ അത് വർക്ക്ഔട്ട് ചെയ്തില്ല. ഇപ്പൊ ഇതൊരു ജോലിയുടെ കാര്യമായിരുന്നു വെച്ചാൽ ഇതൊരു നല്ല സ്റ്റേബിൾ ജോലിയായിരുന്നു, പക്ഷെ എന്തോ അവിടെ വർക്ക്ഔട്ട് ചെയ്തില്ല, ശരിയായിട്ടില്ല. അപ്പൊ ആ ഓപ്പർച്യൂണിറ്റീനെ കുറിച്ച് നിങ്ങൾ ഇപ്പോഴും കുറെ നിങ്ങൾക്ക് വിഷമമുണ്ട്. ഓക്കെ, അത് മിസ് ഔട്ട് ആയിന്ന ആ ഒരു ഫീലിംഗ് ഉണ്ട്. ഇപ്പൊ കറണ്ട് എനർജിയിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് 6 ഓഫ് വാൻഡ്സ് ആണ്. അപ്പൊ കറണ്ട് എനർജിയിൽ ഞാൻ കാണുന്നത് കുറെ സക്സസ് ഉണ്ട്, നിങ്ങൾക്ക് ഫോർവേഡ് മൂവ്മെന്റ് ഉണ്ട്, കുറെ ആൾക്കാർ നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യണു. നിങ്ങളുടെ ജോലിക്ക് വേണ്ടിയിട്ട്, നിങ്ങളുടെ വേറെ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കും, പക്ഷെ ജനറലി ഒരു വെരി പോസിറ്റീവ് വൈബാണ്. ഓക്കെ, നിങ്ങളുടെ എനർജിയിൽ ക്വീൻ ഓഫ് പെന്റിക്കിൾസ് ആൻഡ് മൂൺ. അപ്പോൾ ഇവിടെ ഞാൻ കാണുന്നത് നിങ്ങൾ കുറെ ബാലൻസ് ആയി ഫീൽ ചെയ്യണു, കുറെ സ്റ്റേബിൾ ആയിട്ട് ഫീൽ ചെയ്യണു. നിങ്ങളുടെ ലൈഫിൽ കുറെ അബണ്ടൻസ് വരുന്നുണ്ട്. നിങ്ങളുടെ ഫാമിലി നിങ്ങളെ കുറെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് മാത്രല്ല കുറെ പൈസ വരുന്നുണ്ട് ഈ മാസം. നിങ്ങൾക്ക് കുറെ എന്തോ ഒരു സക്സസ് ഉണ്ട് നിങ്ങളുടെ ലൈഫിൽ. ഇത് കരിയർ സക്സസ് ആയിരിക്കാം, ഇല്ലച്ച ഞാൻ പറഞ്ഞ മാതിരി എന്തോ ഒരു വലിയ അച്ചീവ്മെന്റ് ഞാൻ കാണുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ മാസം. പക്ഷെ എവിടെയോ മനസ്സിൽ ഇപ്പോഴും ആ വിഷമമുണ്ട്, എന്തോ ഒരു പേടിയുണ്ട് നിങ്ങളുടെ മനസ്സിൽ. ഓക്കെ, ഇപ്പോൾ ഇത് റിലേഷൻഷിപ്പ് ആണെന്ന് വെച്ചാൽ മേ ബി നിങ്ങൾ ഒരു പുതിയ റിലേഷൻഷിപ്പിലേക്കായിരിക്കും. നിങ്ങളുടെ ഫാമിലി നിങ്ങളെ ഒരു പുതിയ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് യുനോ എൻകറേജ് ചെയ്യുന്നുണ്ടാവും. ഇല്ലേച്ചാൽ നിങ്ങൾ കുറെ ആൾക്കാരെ മീറ്റ് ചെയ്യുന്നുണ്ടാവും കല്യാണത്തിന് വേണ്ടിയിട്ട്, മാരേജിന് വേണ്ടിയിട്ട്. പക്ഷെ എവിടെയോ നിങ്ങളുടെ മനസ്സിൽ ആ പേടി ഇപ്പോഴും ഉണ്ട്, അത് പാസ്റ്റിന്റെ മാതിരി ഈ സിറ്റുവേഷൻ വർക്ക്ഔട്ട് ചെയ്യോ ഇല്ലയെന്ന്. ഇപ്പോൾ ഫ്യൂച്ചറിൽ ജസ്റ്റിസ് ആണ്. അപ്പൊ ഫ്യൂച്ചറിൽ എല്ലാം വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ ബാലൻസ് ഉണ്ട്, ഇവിടെ മാരേജ് ഉണ്ട്, ഇവിടെ ഒരു കാർമിക് ജസ്റ്റിസും കൂടി ഉണ്ട്. അപ്പോൾ ലീബ്ര എനർജിയാണ് ജസ്റ്റിസ്. എന്താണ് ഈ ജസ്റ്റിസ്? ഇവിടെ 8 ഓഫ് കപ്സ്. അപ്പം നിങ്ങൾ ഏതോ ഒരു സിറ്റുവേഷനെ കംപ്ലീറ്റ്ലി വിട്ടിട്ട് മുമ്പോട്ട് പോകണോ. നിങ്ങളുടെ ലൈഫിൽ പുതിയ ബിഗിനിങ്സ് ഒക്കെ ഉണ്ട്, പക്ഷെ നിങ്ങൾ അതിൽ ഇൻട്രസ്റ്റഡ് അല്ല. എവിടെയോ നിങ്ങൾക്ക് ആ പാസ്റ്റ് പേഴ്സൺ തന്നെ വേണം. ഓക്കെ, അതാണ് നിങ്ങൾ ഡിസപ്പോയിന്റഡ് ആയിട്ടിരിക്കണം. എന്നുവെച്ചാൽ ആ പേഴ്സൺ നിങ്ങളുടെ മനസ്സിനെ ഇതുവരെ വിട്ടിട്ടില്ല. അപ്പൊ നിങ്ങളുടെ ഫാമിലി നിങ്ങൾക്ക് വേണ്ടിയിട്ട് പുതിയ അലയൻസ് ഒക്കെ നോക്കുന്നുണ്ടാവും, പക്ഷെ നിങ്ങൾക്ക് അതിൽ ഇൻട്രസ്റ്റ് ഇല്ല. നിങ്ങൾ എങ്ങനെയോ അതിനെ ഒരു ബ്ലോക്ക് ചെയ്യാനാണ് നോക്കുന്നത്. അപ്പോൾ അതിലൊരു തടസ്സമുണ്ട്, അതിൽ എന്തോ ഒരു ബ്ലോക്ക് ഉണ്ട്. പക്ഷെ ഈ ബ്ലോക്ക് നിങ്ങളുടെ സൈഡിൽ നിന്നാണ്. നിങ്ങൾ ഇപ്പോഴും വെയിറ്റ് ചെയ്യണത് ആ പാസ്റ്റ് പേഴ്സൺ തിരിച്ചു വരും എന്നൊരു ഹോപ്പ് ഉണ്ടായിട്ടാണ് വെയിറ്റ് ചെയ്യണത്. ഓക്കെ, ക്വീൻ ഓഫ് കപ്സ് നിങ്ങളുടെ ചാലഞ്ച്. അപ്പോൾ എവിടെയോ നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് ഈ മാസം, നിങ്ങൾ കുറെ ഇമോഷണൽ ആയിട്ടാണ് ഡിസിഷൻസ് എടുക്കുന്നത്, തീരുമാനം എടുക്കുന്നത്. നിങ്ങൾ ഇമോഷൻസ് വെച്ചിട്ടാണ്, ഒരു പ്രാക്ടിക്കൽ ആയിട്ടല്ല നിങ്ങൾ തീരുമാനിക്കണത്. ആൻഡ് അതാണ് ഇവിടെ ഏറ്റവും വലിയ ചാലഞ്ച് നിങ്ങളുടെ. എന്ന് വെച്ചാൽ ഈ ഡിസിഷൻ നിങ്ങൾ എടുക്കുന്നത്, ഈ തീരുമാനം നിങ്ങൾ എടുക്കുന്നത് നിങ്ങളുടെ ഒരു ഇൻസെക്യൂരിറ്റിയുടെ കാരണമാണ്. നിങ്ങൾക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ ഈ പേഴ്സൺ അല്ലാണ്ട് എൻ്റെ ലൈഫിൽ വേറെ ആരും ഉണ്ടാവാൻ വഴിയില്ല, വേറെ ആരും എന്നെ ഹാപ്പി ആക്കില്ല, വേറെ ആരും എനിക്ക് അങ്ങനെ ഒരു സോൾമേറ്റ് ആയി കിട്ടില്ല. അപ്പൊ ഇതെല്ലാം ഒരു നെഗറ്റീവ് തോട്ട് പാറ്റേൺസ് ആണ്. ഓക്കെ, ഇത് എവിടെയോ നിങ്ങളുടെ ഇൻസെക്യൂരിറ്റിയുടെ കാരണമാണ് നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്യണത്. അങ്ങനെ ആയിരുന്നു വെച്ചാൽ ആ പേഴ്സൺ ഇപ്പോഴും നിങ്ങളുടെ ലൈഫിൽ അവർ നിങ്ങളുടെ ലൈഫിന് വിട്ടുപോയില്ല. ആ പേഴ്സൺ നിങ്ങളുടെ ട്രൂ സോൾമേറ്റ് ആയിരുന്നു വെച്ചാൽ ആ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോഴും ഉണ്ടാവും. പക്ഷെ അങ്ങനത്തെ സിറ്റുവേഷൻ അല്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ മെന്റാലിറ്റിന്ന് പുറത്തു വരേണ്ട ആവശ്യമുണ്ട്. എന്നുവെച്ചാൽ എവിടെയോ നിങ്ങളുടെ നെഗറ്റീവ് തോട്ട് പ്രോസസ്, നിങ്ങളുടെ ഇൻസെക്യൂരിറ്റിയുടെ കാരണം നിങ്ങൾ ചില സമയത്ത് ശരിയായി ഡിസിഷൻസ് എടുക്കുന്നില്ല. നിങ്ങൾ ഇമോഷണൽ ആയിട്ടാണ് ഡിസിഷൻസ് എടുക്കുന്നത്, പ്രാക്ടിക്കൽ ആയിട്ടല്ല ഡിസിഷൻസ് എടുക്കുന്നത്. ആൻഡ് നമ്മളുടെ ലൈഫിൽ കുറെ സോൾമേറ്റ്സ് ഉണ്ട്, ഒരു സോൾമേറ്റ് മാത്രമല്ല. നമ്മൾക്ക് തോന്നുന്നത് ഈ പേഴ്സൺ അല്ലാണ്ട് നമ്മൾക്ക് വേറെ ആരും ഉണ്ടാവില്ല. അതും ഒരു ശരിയായി തോട്ട് പ്രോസസ് അല്ല. ഓക്കെ, ഈ പേഴ്സൺ നമ്മളുടെ ട്രൂ സോൾമേറ്റ് ആയിരുന്നു വെച്ചാൽ അവര് നിങ്ങളുടെ ഫ്യൂച്ചറിലും ഉണ്ടാവും. പക്ഷെ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അല്ല ഇപ്പൊ കാണുന്നത്.
അപ്പോൾ നിങ്ങളുടെ ഫ്യൂച്ചർ സോൾമേറ്റിനെ നിങ്ങൾ എവിടെയോ ബ്ലോക്ക് ചെയ്യണോ. അപ്പോൾ 3 ഓഫ് പെൻട്രിക്കിൾസ് ആണ് നിങ്ങളുടെ അഡ്വൈസ്. യൂണിവേഴ്സ് നിങ്ങളോട് കുറച്ചുകൂടിയും ഒരു ഓപ്പൺ ആയിട്ട് റിസീവ് ചെയ്യാനാണ് പറയണത്. എവിടെയോ നിങ്ങളുടെ ഫ്രണ്ട്സ്, ഫാമിലി, കമ്മ്യൂണിറ്റി നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ നോക്കുന്നുണ്ട് ഈ സിറ്റുവേഷനിൽ. പക്ഷെ നിങ്ങൾക്കും ആ ഹെൽപ്പ് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റണം. ആ ഹെൽപ്പ് ആക്സെപ്റ്റ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാവണം. ഇവിടെ കുറച്ചുകൂടിയും ഒരു ലെറ്റ് ഗോ ചെയ്യേണ്ട ആവശ്യമുണ്ട്, ഒരു ട്രസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. എന്ന് വെച്ചാൽ ഇവിടെ യൂണിവേഴ്സ് നിങ്ങൾക്കൊരു പുതിയ ബിഗിനിങ് ആണ് കൊണ്ടുവരണത്. പക്ഷെ നിങ്ങൾ സൂക്ഷിച്ചിട്ട് വേണം ഡിസിഷൻ എടുക്കുക. സൂക്ഷിച്ചിട്ട് പറഞ്ഞാൽ ഓവർ തിങ്ക് ചെയ്യാനല്ല ഞാൻ പറയണേ. പക്ഷെ ഈ ഡിസിഷൻ, ഈ ചോയ്സ്, ഈ പാസ്റ്റിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഫ്യൂച്ചറിനെ സാബോട്ടാജ് ചെയ്യുക പറഞ്ഞാൽ അതൊരു ശരിയല്ലാത്തൊരു ഡിസിഷനാണ് ഈ സിറ്റുവേഷനിൽ. അപ്പോൾ സൂക്ഷിച്ചിട്ട് വേണം ഡിസിഷൻസ് എടുക്കുക. നിങ്ങൾക്കൊരു ചോയ്സ് ഉണ്ട്. പക്ഷെ ആ ചോയ്സ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുള്ളൂ. പറഞ്ഞാൽ ആ ചോയ്സ്, ആ ഡിസിഷൻ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുള്ളൂ. വേറെ ആരും നിങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് തന്നെ മനസ്സിലാവണം അത് ഇതാണ് എനിക്ക് വേണ്ടിയിട്ടൊരു നല്ല സിറ്റുവേഷൻ, ഇതാണ് എനിക്ക് ഒരു നല്ല ഔട്ട്കം, ഇതാണ് എനിക്കൊരു നല്ല ചോയ്സ്. ആ അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് തന്നെ ഉണ്ടാവണം. ഓക്കെ, അപ്പോൾ 6 ഓഫ് പെൻറ്റിക്കിൾസ് ആണ് നിങ്ങളുടെ ഹിഡൻ ഫാക്ടർ. അപ്പോൾ ഇവിടെ ആരോ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഹെൽപ്പിൻ്റെ ആവശ്യമുണ്ട്. എന്നുവെച്ചാൽ ഇവിടെ നിങ്ങൾ കുറേ കൺഫ്യൂസ്ഡ് ആണ്. ഞാൻ പറഞ്ഞ മാതിരി ഡിസിഷൻസ് എടുക്കുന്നതും ഒരു പ്രാക്ടിക്കലായിട്ടല്ല ഇപ്പോൾ ഡിസിഷൻസ് എടുക്കണേ. എവിടെയോ നിങ്ങളുടെ തന്നെ ബ്ലെസ്സിങ്സിനെ സാബോട്ടാജ് ആണ് ചെയ്യണേ. നിങ്ങളുടെ ഫ്യൂച്ചറിൽ വരാൻ പോണ ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് ഇതുവരെ അറിയില്ല എന്താണെന്ന്. പക്ഷെ നിങ്ങൾ അതിനെ ട്രസ്റ്റ് ചെയ്യാണ്ട് ഇപ്പോഴും പാസ്റ്റ് പേഴ്സണിന് വേണ്ടിയിട്ട്, പാസ്റ്റ് സിറ്റുവേഷന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഫ്യൂച്ചറിനെ ബ്ലോക്ക് ചെയ്യണു. അപ്പോൾ അതാണ് ഇവിടെ ഞാൻ കാണുന്നത്. റിയാലിറ്റി വേറെ എന്തോ ആണ്. ഓക്കെ, പക്ഷെ നിങ്ങൾ ആ റിയാലിറ്റി ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറല്ല. ഔട്ട്കം നിങ്ങളുടെ കിങ് ഓഫ് സോർഡ്സ്. അപ്പോൾ ഇവിടെ ക്ലിയർ ആണ് ഔട്ട്കം. കുറേ പ്രാക്ടിക്കലായിട്ട് വേണം നിങ്ങൾ ഡിസിഷൻസ് എടുക്കുക, ക്ലിയർ ആയിട്ട്. എന്നുവെച്ചാൽ ഈ കാര്യങ്ങൾ ഇപ്പോൾ ഇമോഷണലായി നമ്മൾ ഒരു തീരുമാനം എടുക്കും. അതിൻ്റെ ഔട്ട്കം, അതിൻ്റെ എഫക്റ്റ് ഒക്കെ നമ്മൾക്ക് ഫ്യൂച്ചറിലാണ് നമ്മളത് ഫീൽ ചെയ്യുക. അപ്പോൾ ആദ്യം തിരിഞ്ഞു നോക്കിയിട്ട് പിന്നെ റിഗ്രറ്റ് ചെയ്യണത് പറഞ്ഞാൽ അപ്പോഴേക്കും കുറേ സമയം പോവും. അപ്പോൾ സൂക്ഷിച്ചിട്ട് വേണം. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ഡിസിഷനാണ് നിങ്ങളുടെ ലൈഫിൽ. പ്രാക്ടിക്കലായിട്ട് വേണം ഡിസിഷൻസ് എടുക്കുക. നിങ്ങൾക്ക് അത് പറ്റില്ല വെച്ചാൽ ഒരു ഫ്രണ്ട് ഇല്ല വെച്ചാൽ വേറെ ആരെങ്കിലും ഒരു പ്രാക്ടിക്കലായി ചോയ്സ് എടുക്കാൻ പറ്റണ പേഴ്സൺ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും വെച്ചാൽ അവരുടെ ഹെൽപ്പ് എടുക്കുക. കിങ് ഓഫ് സോർഡ്സ് ചിലപ്പോൾ ഒരു കൗൺസിലറുടെ എനർജിയും കൂടിയാണ്. അപ്പോൾ മേ ബി നിങ്ങൾക്കൊരു കൗൺസിലറിനോടും സംസാരിച്ച് നോക്കാം. അവർക്ക് നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു പ്രാക്ടിക്കലായി അഡ്വൈസ് തരാൻ പറ്റും. ഹാങ്ഡ് വൺ. അപ്പോൾ ഇവിടെ നല്ലോണം അഗൈൻ അതന്നെയാണ് റിപ്പീറ്റ് ആയിട്ട് സെയിം മെസ്സേജസ് പറയണം. എന്തോ പാസ്റ്റിന്റെ ബാഗേജ് നിങ്ങൾക്ക് ഇപ്പോൾ ലെറ്റ് ഗോ ചെയ്യാനുള്ള സമയമായിരിക്കണോ. ഓക്കെ, എന്തോ പാസ്റ്റിന്റെ കാര്യം ഇപ്പോൾ വിട്ടിട്ട് ഒരു നല്ല പോലെ ഒരു ബിഗിനിങ്, ഒരു ന്യൂ ബിഗിനിങ്ങിലേക്ക് പോവുക. അതാണ് ഇവിടെ അഡ്വൈസ് ആൻഡ് അതാണ് ഔട്ട്കം. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ഈ ബാഗേജ്, ഈ ബേർഡൻസ് ഒക്കെ വേഗം തീരാൻ പോകുന്നുണ്ട്. ഇവിടെ സൈൻസ് ഞാൻ കാണുന്നത് ജെമിനായി, ടോറസ് ഉണ്ട്, കാപ്രിക്കോൺ ഉണ്ട്, കുറെ എർത്ത് സൈൻസ് ഉണ്ട്. ടോറസ്, വെർഗോ, കാപ്രിക്കോൺ ആൻഡ് അക്വേരിയസ്, ലീബ്ര, ജെമിനായി. അതാണ് ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയ കാർഡ്സ് ഇവിടെ. പൈസീസും ഉണ്ട് ഇവിടെ ആൻഡ് ഐ തിങ്ക് ക്യാൻസർ ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് നിങ്ങളുടെ ഒറക്കിൾ മെസ്സേജ്? ഫെയ്ത്ത്. അപ്പോൾ കുറെ ശരിക്കും നമ്മൾ പറഞ്ഞ മാതിരി തന്നെ അങ്ങനത്തെ ഒരു കാർഡ് വന്നു. ഫെയ്ത്ത്. Trust and believe. It is time to have faith and believe that everything will work out for the best. Trust yourself and know that you will make the right decisions. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി ഈ സമയം കുറെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. എന്നുവെച്ചാൽ ഇതൊരു വലിയ ഡിസിഷനാണ് നിങ്ങൾ എടുക്കാൻ പോണത്. അപ്പോൾ ആ ഡിസിഷൻ നല്ല പോലെ ആലോചിച്ചിട്ട് വേണം ഡിസിഷൻസ് എടുക്കുക. ഇമോഷണൽ ആയിട്ട് എടുത്താൽ അത് പിന്നെ നിങ്ങൾ റിഗ്രറ്റ് ചെയ്യും. അപ്പോൾ പ്രാക്ടിക്കലായി നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താ നല്ലത് വെച്ചാൽ അത് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആ ഫെയ്ത്തും വെക്കുക. എന്ന് വെച്ചാൽ നിങ്ങൾ എടുക്കുന്ന ഡിസിഷൻസ് ഒക്കെ ശരിയാവുന്ന ആ ഫെയ്ത്ത് വേണം. നിങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ നിങ്ങളുടെ ഫ്യൂച്ചർ
നിങ്ങൾക്ക് വേണ്ട മാതിരി ഫ്യൂച്ചർ ഉണ്ടാവും എന്ന് ആ ഫേത്തും കൂടിയും വേണം. ഓക്കെ, അപ്പൊ ഇതാണ് ക്യാൻസർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഐ ഹോപ്പ് ഇത് റെസനേറ്റ് ചെയ്തു വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സിന് വേണ്ടിയിട്ട് എന്നെ കോൺടാക്ട് ചെയ്യുക. എൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്ന്. ടിൽ ദെൻ ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്.